ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നൊരു മുരിങ്ങക്കോലും മാങ്ങയും കൂടി ചാറ് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ അരിഞ്ഞ് തുടങ്ങി. മുരിങ്ങക്കോൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ കൂടി അരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും കൂടി പൊളിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാം. ചട്ടി ഇവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കാം. ആദ്യം നമുക്ക് മുരിങ്ങക്കോൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി മുരിങ്ങക്കോൽ ചട്ടിയിലേക്ക് ഇടാം. മുരിങ്ങക്കോൽ, പച്ചമുളക്, കുറച്ചുള്ളി, ഇത് മൂന്നും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി പണി നോക്കാം. അടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ, 2 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് എടുക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ജീരകവും കൂടി ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ. നമ്മുടെ മുരിങ്ങക്കോൽ വെന്തോ എന്ന് നമുക്കിനി ഒന്ന് നോക്കാം. വെന്തിട്ടില്ല, പാതി കളറ് മാറി വരുന്നു. കുറച്ചുകൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മാങ്ങ ഇടാം. അപ്പോൾ മാങ്ങ പെട്ടെന്ന് വേകുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്കോൽ വെന്ത് കാണും, ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിനി മാങ്ങ ഇടാത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. നമ്മൾ മാങ്ങയും കൂടി ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പിടാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് അതിലേക്ക് ഇടാം. നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അരപ്പിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അരപ്പിൻ്റെ പാത്രം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചെറിയൊന്ന് ഇളക്കി, ചെറിയൊരു തിളം, അരപ്പിൻ്റെ പച്ചമണം മാറുന്ന ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു തിള കഴിയുമ്പോൾ നമുക്ക് താളിച്ച് ഒഴിച്ച് മൂടി വെക്കാം. താളിക്കാനായിട്ട് ചെറിയ ഉള്ളി, വേപ്പില, വറ്റൽമുളക്, പിന്നെ കടുകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. താളിക്കാനായിട്ട് നമ്മൾ ചെറിയ ചട്ടി അടപ്പ് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ശരിയായാൽ കണ്ട് നമ്മൾ ചെറിയൊരു തിള, അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇത് ഇട്ടിട്ടുണ്ട്. അവസാനം അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് അങ്ങോട്ട് ഒഴിക്കാം. താളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുരിങ്ങക്കോല് മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഓക്കെയാണ്. ഇനി മറ്റുള്ളവർ കഴിച്ചിട്ടുള്ള അഭിപ്രായം ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആരുമില്ല. അപ്പോൾ അവർ വന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം നമുക്കപ്പം കേൾക്കാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.